പ്രമുഖനെ വിട്ടിരിപ്പുണ്ട്. ദർശനം എന്താ പറയാനുള്ള ടൈറ്റിൽ നോക്കുമോ? ക്ലാസിക് ഫിസിക് സീനിയർ. ഓറിയോ കഴിക്കാൻ പറ്റിയ പ്രായം ഒരു 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 ഒഫീഷ്യലാണ്. ഓക്കെ, ഓറിയോ കഴിക്കാൻ പറ്റിയ നീ ആരത് സാറേ? ഒരു ക്യാമിയോ, ഒരു കാര്യം അറിയാം, എന്റെ ഗേൾ ഫ്രണ്ട് ബോഡി ബിൽഡിങ്ങിനെ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല, നിന്നെ മാത്രം ഫോളോ ചെയ്തു. സത്യമായിട്ട് ബാംഗ്ലൂർ പിന്നെ കളികൾ കാണിക്കാനും കളിച്ച് പഠിപ്പിക്കാനും ഉണ്ട്. എവിടെ? ബാംഗ്ലൂരോ? ഉള്ള ആൾക്കാർ ജയിക്കണം. ഓ, എന്റെ കണ്ടീഷൻ കണ്ടു. സെറ്റ്. ആ ബോസിങ് വിളിച്ചേ, ഫ്രണ്ട് ബോസ് പിടിച്ചേ, മറ്റേത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈക്കൻ്റെ വ്ലോഗൊക്കെ വരും. ഹായ് ഗൈസ്, വെൽക്കം ടു ദി പുതിയ വ്ലോഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മളുള്ളത് കേരളത്തിലാണ്. തൃശ്ശൂർ IPC എന്ന് പറയുന്ന നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി അവസാന നിമിഷം ഞാൻ തയ്യാറെടുത്ത് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയതുള്ളത്. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ആരെയും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് പേരെ കാണാനുണ്ട്. ഒന്ന് ഞാൻ പോസിങ് പഠിപ്പിക്കുന്ന ഒരാളും, ഒന്ന് നമ്മുടെ സ്ക്വാഡിലേക്ക് അടുത്ത് കയറാൻ തയ്യാറെടുക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. അപ്പം 2-3 പിള്ളേരുണ്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഇറക്കാൻ പോകുന്നത് ഈ കോമ്പറ്റീഷനിലല്ല, അടുത്ത കോമ്പറ്റീഷനിലേക്ക്. അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്റ്റേജിൽ കയറുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഒരു അത്ലറ്റായിട്ടാണ് കയറിയിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ വേറെ കുറച്ച് സർപ്രൈസസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി ബാക്കിയുള്ളവരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിന്നെ ഏതാ കാറ്റഗറി? സബ് ജൂനിയർ 70. ഓൾറെഡി നീ ജില്ല അടിച്ചില്ലേ? മലബാർ ജില്ലയുടെ ടൈറ്റിൽ ഹോൾഡറാണ് ധൈര്യം നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കേരള ടൈറ്റിൽ തൂക്കുമോ? തൂക്കിയിരിക്കും. തൂക്കില്ല, നമ്മൾ അടുത്ത വർഷം ICM തൂക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ അടുത്ത ഒരാളും കൂടി ഉണ്ട്, ഞാൻ പോസിങ് പഠിപ്പിച്ച ഒരാളും കൂടി ഉണ്ട്. അപ്പം അവനെ പോയിന്ന് കണ്ടീഷനൊക്കെ നോക്കണം. കാരണം ഓൾറെഡി കണ്ടീഷൻ കുറച്ചൊന്നും ഫ്ലോപ്പ് ആയിട്ടിരിക്കുക. അപ്പോൾ അവനെ പോയിന്ന് കണ്ടീഷൻ നോക്കണം. നിന്റെ കണ്ടീഷൻ ഓക്കെ അല്ലേ? ഹൈ കാണുന്നുണ്ടോ? ആ, ഓക്കെ. അപ്പോൾ നീ ഇറങ്ങുന്നുണ്ടോ? ബോഡി ബിൽഡിംഗ് ഏത് കാറ്റഗറി? അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. 75. ആഹാ, നല്ല ട്രൈ ആണ്. നല്ല കണ്ടീഷനൊക്കെ. കുറച്ചുകൂടി മസിൽ മാസ് കൂട്ടണം കേട്ടോ. ആപ്സിൻ്റെ കാബിലോട് ആയില്ലേ? നീ കാബിലോട് കഴിഞ്ഞോ? നിന്റെ ഒരു കാർബിലോട് കഴിഞ്ഞു. ഇനിയുണ്ട്. മറ്റേ റൈസ് ഹണി ഉണ്ട്. എനിക്ക് മെൻസ് ഫിസിക്ക് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ സമയമുണ്ട്. എന്നാലും നോക്കി വെക്കണം കേട്ടോ. ഒരുപാട് ലാസ്റ്റ് മൊമെൻ്റ് ആയി പോകരുത്. കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, കുറച്ച് സ്പില്ലായി പോകാൻ നോക്കിയാൽ. കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്പില്ലാവാൻ നോക്കണം. അതുകൊണ്ട് മാക്സിമം അവളോട് നോക്കി ചെയ്താൽ, കണ്ടീഷൻ നോക്കി ചെയ്താൽ. വാട്ടർ എങ്ങനെ നീ മൊത്തത്തിൽ കട്ട് ചെയ്തോ? വാട്ടർ കട്ട് ചെയ്യരുത് മൊത്തത്തിൽ. ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്യരുത്. ഇന്ന് കട്ട് ചെയ്തതാണോ ഇന്നലെയൊക്കെ കട്ട് ചെയ്തത്? ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ക്വാഡിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം പറഞ്ഞാൽ നീ കൺഫ്യൂസ്ഡ് ആയി പോകേണ്ട. ഹൈ ഗൈസ്, ഇപ്പം നമ്മുടെ കൂടെ ഒരു പ്രമുഖനെ വിട്ടിരിപ്പുണ്ട്. പ്രമുഖൻ ക്ലാസിക് ഫിസിക് സീനിയർ കാറ്റഗറി, അത് ജൂനിയർ കാറ്റഗറി. കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട്? അറിയാലോ നമുക്ക് കണ്ടീഷൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അടുത്ത ധവനും ഒരു ചാൻസ് ഉണ്ട്. ധവൻ്റെ കണ്ടീഷൻ ഞാൻ കണ്ടായിരുന്നു. ഇവനും കൊള്ളാം. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഡെക്കാത്തലോൺ അടിച്ചില്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ? അപ്പോൾ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ എത്തിയതേ ഉള്ളൂ. പിന്നെ അവിടുന്ന് റെഡിയായി ഫ്രഷൊക്കെ ആയിട്ട് ഇപ്പം ജസ്റ്റ് ഓഡിറ്റോറിയത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിവിടെ എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും വരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കോച്ച് എന്തിയാടാ? കോച്ച് ഗോകുലൊക്കെ കണ്ട മോട്ടിവേഷൻ തരുന്ന ആൾക്കാരൊക്കെ കാവിലോടി ചെയ്യുന്നുണ്ട്.
നീ ഇവിടെ നിർത്തരുത്, ഇങ്ങനെ വന്ന് നിർത്തരുത്, ഇവിടെ വരണം. എന്നാലേ നീ വരൂ. കണ്ട ഇപ്പൊ വ്യത്യാസം കണ്ട ഇത്രയും. പിന്നെ തല നേരെ, തല ചരിക്കരുത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. സോഫ്റ്റാ, സിനിമാസില്ല. ഞാൻ ഇടിയപ്പം കഴിച്ചു. പിടിച്ചേ. അണ്ണീവനായി പോരുത്, അണ്ണീവനായി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. എന്തുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്? പിന്നല്ലാതെ. എടാ എന്നാലും വീഡിയോ കാണുന്ന ഇത്ര വ്യത്യാസം ഉണ്ടല്ലേ നമ്മള്. സൈസ് നീ നിനക്കൊന്നും പിന്നെ ഇറങ്ങിക്കൂടായിരുന്നു. എന്റെ വ്ളോഗ്. ഹായ് പറ. ഹായ്, ഹലോ. സുഖാന്ന് വിചാരിക്കും എല്ലാവർക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കും. പോസിംഗ് മസ്റ്റ് അങ്ങനെ ഉണ്ട്. ആ പയ്യനെ എനിക്കറിയാം, നല്ല പോസിംഗ്. ഞാൻ ഫാനാ. എനിക്കറിയാം, അവൻ്റെ അടുത്ത് അന്ന് വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അബി ഹായ് ബ്രോ. ഇവിടെ എന്റെ വ്ളോഗാ. ഇത് ഞാൻ വെറുതെ യൂട്യൂബിലേക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി. അയ്യോ ആരും ഇല്ലല്ലോ, ആരും കാണത്തില്ലല്ലോ. എന്റെ പൊന്നെ എപ്പോ എത്തി? വന്നേ ഉള്ളൂ. നല്ല രസമുണ്ടല്ലോ ഇവിടെ. തെക്കാത്തവന് വേണ്ടി നോക്കുമ്പോഴത്തേനും വെയിലില്ലെങ്കിൽ നല്ല രസമാണ്. രാത്രിയൊക്കെ വൈബാവും. എന്താ പറയാ, ഇവിടെ ഓഡിറ്റോറിയവും ഈ ഒരു ആംബിയൻസും നല്ലതാണ്. അകത്ത് കയറി കണ്ടോ? അകത്ത് കണ്ടില്ല. ഇവിടെ ഇവിടെ അല്ല, അതിനകത്ത്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ. ആ അതിൻ്റെ ലെഫ്റ്റ് സൈഡിനകത്ത്. ഇത് ജസ്റ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ നല്ലതാണ്. കാരണം മറ്റേ തിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കാളും നല്ലത് ഇതാ, ബെറ്ററാണ്. എങ്ങനെ പോകുന്നുണ്ട്? അല്ലല്ല, അതല്ല ഇവരുടെ ഫ്രണ്ട്സാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. ഞാൻ വ്ളോഗായിട്ട് വന്നതാ. പിന്നെ ഞാൻ ലെൻസ് മാറ്റി ഞാൻ കൊടുത്ത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരത്തില്ല. ഇനിയിപ്പോൾ അവനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീയാ. പിന്നെ എന്താ പോണ്? നന്നായിട്ട് പോണേ. എന്നാ നെക്സ്റ്റ് ഇയറിൽ ഇറങ്ങും? ഐസിയൻ. നമ്മൾ ഐസിയന്റെ കളി മാത്രം. നെക്സ്റ്റ് ഇയറില് ജൂണിൽ ബാംഗ്ലൂരില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഏതൊക്കെയുള്ള മാത്രം. പിന്നെ ഒരു കോച്ചും കൂടിയാണ് ഇപ്പൊ ഞാൻ. അതുകൊണ്ട് എന്റെ പിള്ളേർ, എന്റെ ശിഷ്യന്മാര് കൂടെ കാണും. ഇവനെ നമുക്ക് ഇറക്കാം. ഇവനെ പോസിംഗ് നമുക്ക് ഐസിയൻ പിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 2026 ഇറങ്ങാനുള്ള കണ്ടീഷൻ എങ്ങനെ ഉണ്ട്? കണ്ടീഷൻ വലിയായിട്ട് ഇല്ലല്ലേ. ഞാൻ ഇതൊക്കെ ഇട്ടേക്കും കുറവാ. പക്ഷെ ആദ്യമേ നിന്റെ ഫോട്ടോ കാണുന്നതിനെക്കാട്ടും നല്ല വ്യത്യാസമുണ്ട്. കമ്പയർഡ് ടു ബിഫോർ വ്യത്യാസം. അടുത്ത ഫേക്ക് നൈറ്റ് ഫോട്ടോ എനിക്ക് വേണം. ഞാൻ തരത്തില്ല. ഞാൻ അംഗീകരിച്ചേക്കും. അവരത് പറഞ്ഞിട്ട് വീഡിയോക്കകത്ത് കാണുന്ന വ്യത്യാസം. സി ഗൈസ്, ഇവന്റെ പ്രൊഫൈലിൽ ചെന്ന് ഇവന്റെ വീഡിയോ ശ്രദ്ധിക്കുക, എന്റെ പ്രൊഫൈലിൽ നിന്ന് എന്റെ വീഡിയോ ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ആംഗിൾ മാറുന്നതനുസരിച്ച് മസിൽ മാസ് കൂടുതലായിട്ടും കുറവായിട്ടും കാണിക്കാൻ പറ്റും. ഇതില്ലേ നിങ്ങളില്ലേ എല്ലാവരെയും ഈ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് ജഡ്ജ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവം. നേരിട്ട് കണ്ടു. കാരണം നല്ലൊരു മാറ്റം മനസ്സിലാക്കി. അപ്പൊ അത് നിങ്ങൾ കുറെ പേര് ഇപ്പൊ കുറെ ബിജാസിനൊക്കെ ഒരുപാട് പേര് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെ പറയാം. നോർത്ത് ഇന്ത്യയിലുള്ള ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതൊരു കണ്ടന്റ് മാത്രമാണ്. അതിനകത്ത് കുറെ എണ്ണം ഉണ്ട് അങ്ങനെ ഫേക്ക് നൈറ്റീസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം കണ്ടന്റ് ഇറക്കുന്നത്. അവർക്ക് റീച്ച് കിട്ടും. കാരണം ഹെഡ് പോകുന്ന ആരുടെയാ? ഇപ്പം നീ ഇപ്പം ഫേമസ് ആണ്, നിന്റെ തല വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുമ്പം ക്ലിക്ക് ബൈറ്റ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന ആൾക്കാർ, നമുക്കറിയാം അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്. അതാണ് തന്നെ, അത്രേ ഉള്ളൂ. അതൊന്നും വലിയ ഇതായിട്ട് കൂട്ടണ്ട. ഇങ്ങനെ കയറി ഇങ്ങനെ പോയി ഞാൻ തരത്തില്ല. ഞാൻ വാങ്ങിച്ചിട്ട് നിനക്ക് തരത്തുള്ളൂ. അദ്വൈതം എന്നാണ് ഒരുത്തനുണ്ട്, ഒരു ബ്രോ ഉണ്ട് എറണാകുളത്തുള്ള ബ്രോ. അറിയാന്നോ? ജിയോജി ഹോസ്റ്റ് ചെയ്ത ഒരാളാണ്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടം ആളുടെ ഫിസിക്ക്. ബെസ്റ്റ് നാച്ചുറൽ ഫിസിക്കാ. നോക്കിയോ നെക്സ്റ്റ് ഇയറിലെ ഏറ്റവും കൂടുതൽ അലിഗേഷൻ കിട്ടാൻ പോകുന്നത് അവനായിട്ടായിരിക്കും. ഒരു പ്രോപ്പർ കണ്ടീഷനും വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഫേക്ക് നൈറ്റ് എഡ്യൂക്കേഷൻ വരും. അതങ്ങനെയാണ്. കണ്ടീഷനിങ്ങിനനുസരിച്ചിരിക്കും. നമ്മൾ മസിൽ വോളിയം കണ്ടീഷനും ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് ഇറങ്ങാൻ പറ്റും. ഈ ഒരു വർഷം കൊണ്ട് ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാം, നിങ്ങൾ ജസ്റ്റ് പേഷ്യൻ്റ് ആയിട്ട് അതെ പേഷ്യൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരുന്ന് നിങ്ങളുടെ ബോഡി മാക്സിമം മസിൽ വോളിയം ചെയ്തതിന് ശേഷം ഒരു കോമ്പറ്റീഷൻ ട്രൈ ചെയ്തു കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സും കിട്ടും. ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. ഞാൻ ഏകദേശം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലൂടെ ഇറങ്ങാൻ തീരുമാനിക്കുന്ന ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ വർഷമായിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റി. ഈ വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ചും കൂടി ബിൽഡ് ചെയ്തു. ഒരു വർഷത്തെ ഗ്യാപ്പ് എടുക്കാനുള്ള കാരണം അത് തന്നെ. കുറേ പഠിച്ചു. അടുത്ത വർഷം ഇറങ്ങുമ്പോഴത്തേക്ക് നോക്കിയോ അടുത്ത വേറെ ലെവലിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. ഇല്ലേ ഇറങ്ങുന്നില്ല.
അതിന്റെ ഒപ്പം നിങ്ങളുടെ പോസിംഗ് കൂടി ഗ്രൈൻഡ് ചെയ്യും. അതേ ഉള്ളൂ. ആ പോസിങ് നമുക്കൊരു പോസിങ് പിടിച്ചാലേ അത് പിടിക്കാം. ഇവിടെ നിൽക്കുന്ന മോസ്റ്റ് ഓഫ് ദ 10 പേരെടുത്തുണ്ടെങ്കിൽ 2-3 പേര് മാത്രമായിരിക്കും നന്നായിട്ട് പോസ് ചെയ്യുന്നത്. സത്യം ഫിസിക് ഉണ്ടായിട്ട് കാര്യമില്ല, പോസിംഗിലും കൂടി പറയാം. ആരെയും കുറച്ചാണെന്നല്ല, ബട്ട് അതാണ് റിയാലിറ്റി. ബട്ട് ആ 10 പേരിൽ ഒരു 9 പേരെങ്കിലും മര്യാദയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി വരണം. എങ്കിലും ഉണ്ടാക്കുന്ന ഫിസിക് നമുക്ക് ജസ്റ്റിഫിക്കേഷനോടെ തന്നെ ആൾക്കാരെ കാണിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ പോയിട്ട് വൾഗറായിട്ട് പോസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇപ്പം ഏകദേശം നല്ല ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന ബോഡി ബിൽഡിംഗ് ഫിസിക് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും മെൻസ് ഫിസിക്കിന്റെ ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിക്കുന്നത്. പക്ഷേ മെൻസ് ഫിസിക്കിന്റെ പോസിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാടുള്ള കാര്യമാണ്. ആ ഒരു സ്വാഗ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. പോസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു സ്വാഗ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ട്രാൻസിഷനൊക്കെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ വേണമെന്ന് എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. നിന്റെ ഫസ്റ്റ് സ്ട്രാറ്റജിക് പോസ് ഒന്ന് കാണിച്ചേ, കട്ടിങ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഫ്ലോ വരുന്നത്. സൈഡ് കോർഡിനേറ്റ്സാണ് വരുന്നത്. ഇൻഡിവിജ്വൽ വരുവാണെങ്കിൽ മാത്രമായിരിക്കും എന്താ പറയുക ലെഫ്റ്റിലേക്ക് പോകേണ്ടത്, ബാക്കിയുള്ള റൈറ്റ് വരും. ഇപ്പം റൈറ്റിലേക്ക് കാണിക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്രണ്ട് പോസാണ്, ഇവിടുന്ന് സൈഡ് വരും, ഇവിടുന്ന് ബാക്ക് വരും. കണ്ടോ അവൻ ചെയ്ത സമയത്ത് ആ ഒരു സ്വാഗ് കണ്ടോ? ഇപ്പം ഇതേ സമയം പോസിങ് അറിയാത്ത ഒരാളെ വരികയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. അതും ചെയ്യുന്നത് ഇതിനകത്ത് സ്വാഗ് കാണത്തില്ല, നമ്മൾ വന്നിട്ട് വെട്ടിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ് ചെയ്യുന്നതിന് ഒരു ഫ്ലോയും കിട്ടത്തില്ല. ഓക്കെ, അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റാ. വിളിച്ചോട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. പോയി കയറിക്കോ. ജസ്റ്റ് ഒന്ന് ഷോൾഡർ മാത്രം ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കയറിക്കോ. അപ്പോൾ എന്തായാലും ആ പോയത് എൻ്റെ ഒരു പോസിങ് പ്രൊഡക്റ്റ് ആണ്. നമുക്ക് നോക്കാം അവൻ്റെ പോസിങ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നിങ്ങളെ ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ലൈനപ്പ് ഇരിക്കുന്ന ആൾക്കാരും അവൻ്റെ പോസിങ് സ്റ്റൈലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. അവര് നല്ല ഒഴുക്കാം. ഞാൻ അവൻ്റെ പോസിങ് ഇതുപോലെ ഒഴുകാൻ കിടന്നു, നല്ല രസമാണ്. അവനൊരു 4 പേരുടെ പോസിങ് റൊട്ടി മിക്സ് ചെയ്ത് നമുക്ക് മത്സരത്തിനായുള്ള ലാഗിങ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത കാറ്റഗറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി കോച്ചസ് മൈക്ക് പോയിന്റിലേക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ മെൻസ് ഫിസിക് ട്രെയിൻസ് ഇട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഈ മെൻസ് ഫിസിക് ശ്രമിക്കും. കാര്യം ഇത് എൻ്റെ ജൂനിയർ ആണെങ്കിൽ ഞാൻ കൺഫേം 100% ഞാൻ ഗോൾഡ് അടിച്ചാണ്. സീനിയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബോഡി ബിൽഡിംഗ് ടൈറ്റിൽ വേണ്ടി എനിക്ക് ക്ലാസിക് ഫിസിക് ടൈറ്റിൽ വേണം, ബോഡി ബിൽഡിംഗ് ഉണ്ട്, അതും വേണം, എല്ലാം വേണം, എല്ലാം വേണം. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ജില്ലക്കകത്ത് എല്ലാം ഹോൾസെയിൽ എടുത്തോണ്ട് പോയതാ. ഞാൻ ചോദിച്ചു അവരെടുത്ത്, നീ മൊത്തത്തിൽ വിലയ്ക്ക് വാങ്ങിച്ചോ? അതെങ്ങനെ സംഭവം? ഓൾറെഡി ടൈറ്റിൽ കൊടുത്തു തന്നെയാണ്. ഞങ്ങളുടെ ഇവിടെ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ചൂട്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഞാൻ ഇവിടെ നിന്ന് വേർത്ത് കുളിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്സ്? കാറ്ററിംഗുകാരനേക്കാളും ബെറ്ററാ. കാറ്ററിംഗുകാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്ററാ. പക്ഷെ ഈ സംഭവം ചില്ലാടാ. പക്ഷെ ചൂട് 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 സഹിക്കാൻ പറ്റത്തില്ല. ഗൈസ് നമ്മുടെ ചെക്കൻ അങ്ങനെ 4th കിട്ടി. അവനോട് ഞാൻ പറഞ്ഞു ടോപ്പ് 5 ഞാൻ കയറ്റിക്കാന്ന് പറഞ്ഞു. കണ്ടീഷൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഓക്കെ ടോപ്പ് 5 കയറ്റിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. കേരളയിൽ ടോപ്പ് 5 എത്തിക്കുമെന്ന് പറഞ്ഞ് 4th പ്രൈസ് അല്ലേടാ? 4th പ്രൈസ്. 3rd പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നും പ്രതീക്ഷിക്കുന്നതൊന്നുമില്ല, നേരെ ഫസ്റ്റ് കൊണ്ട് വരും. ആ ഫസ്റ്റ് എന്തായാലും 2 കാറ്റഗറികളുണ്ട്. അത് ഇനി എപ്പോഴാണെന്നറിയത്തില്ല. ഇത് കണക്കൊക്കെ സപ്പോർട്ട് ചെയ്യും. എനിക്കും കൂടി ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ചാമ്പ്യൻ്റെ കൂടെയാണുള്ളത്. മെൻസ് ഫിസിക് സീനിയർ, ജൂനിയർ ആയിട്ടുള്ള അവൻ 19 വയസ്സ് കൊണ്ട് സീനിയർ കാറ്റഗറി കയറി. ഇതാരത് സാറേ? ഒരു ക്യാമിയോ. ഒരു കാര്യം അറിയാം, എൻ്റെ ഗേൾ ഫ്രണ്ട് ബോഡി ബിൽഡിങ്ങിനെ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല, നിന്നെ മാത്രം ഫോളോ ചെയ്തു. സത്യമായിട്ട് ബാംഗ്ലൂർ നമ്മുടെ പിള്ളേർ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഓഫീസറാണ്. അടുത്ത കൊല്ലം കേരളം കത്തിക്കണം.
അതിൽ കുറഞ്ഞൊരു കളിയില്ല. കളി മാത്രം. നമ്മൾ ക്രിയേറ്റേഴ്സ് ആയി പോയത് നമ്മുടെ കാര്യം കൊണ്ടല്ലല്ലോ. അടുത്ത ചാമ്പ്യൻ എല്ലാരെയും എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈറ്റിൽ അടിച്ചപ്പോൾ ഫീൽ? ഒരു വികാരത്തിൽ പറ. ഇതിലും പവറായിട്ട് വരും. ബാംഗ്ലൂരത്തില്ലേ പിന്നല്ലേ പൊളിക്കും. നിങ്ങൾ ഇനി എന്നാ ബാംഗ്ലൂർക്ക് വരുന്നേ? സൗത്ത് സൈഡ് Everyone, please join them. Music. Let's have a pose. കളികൾ കാണിക്കാനും കളിച്ച് പഠിപ്പിക്കാനും ഉണ്ട്. എവിടെ? ബാംഗ്ലൂരോ? Okay, relax. Join your Rest bodybuilders. Those who are standing in back, please get back to the green room. 60 kg bodybuilders. These are the top 6. Relax. Front lats run. Front lats run. Side chest any side. Relax. Side triceps. Abdominal with thighs. അത്രേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ പൊളിച്ചിരിക്കും. അത്രേ ഉള്ളൂ. വേറെ പറയാം. ആപ്സ് ഒന്ന് അടിച്ചേടാ. മസിൽ മാസ് കുറച്ച് കുറവാ, എന്നാലും കുഴപ്പമില്ല. കണ്ടീഷൻ ഒക്കെ ആണ്. അധികം കിടന്ന് തലകറങ്ങാൻ വരുന്നില്ല. Second prize goes to